പൊതുജന മധ്യത്തിൽ ഇങ്ങനെ ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ് അല്ലെ? പൊതുജന മധ്യത്തിൽ ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ് CPM. ആർക്കാ സംശയം? ആർക്കും സംശയം ഉണ്ടോ? ആർക്കും സംശയമില്ല. ഇപ്പൊ യഥാർത്ഥത്തില്ലേ നമ്മുടെ നാട്ടിലെ സാധാരണ സഖാക്കളൊന്നും പുറത്ത് കാണാറില്ല. തലയിലൂടെ മുണ്ടിട്ടിട്ടാ നടക്കുന്നത്. കാരണം നാണക്കേടാണ്, പുറത്തിറങ്ങാൻ നാണക്കേടാണ് സഖാക്കൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ സഖാക്കന്മാരുടെ ഒക്കെ നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവിന്ദൻ സഖാവ് വീണ്ടും നാടകം, ഗോവിന്ദൻ സഖാവ് തന്നെ അഭിനയിച്ച നാടകമാണ് കേട്ടോ. അതിന്റെ വേറൊരു പ്രധാന കഥാപാത്രം ഉണ്ട്, അത് ഒരു മൊയ്തീനാണ്. ഈ നാടകം ആദ്യമായിട്ട് അരങ്ങേറിയത് ബാലുശ്ശേരിയിലാണ്. ഈ മറ്റേ വടക്കൻ ജാഥ ഉണ്ടല്ലോ, വികസന മുന്നേറ്റ ജാഥ ബാലുശ്ശേരിയിലെത്തിയപ്പോ അവിടെ ഒരു നാടകം അരങ്ങേറി. അതായത് അപ്പൻ ഗോവിന്ദൻ ഇങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിലേക്ക് ഒരു വൃദ്ധൻ കയറി ഇങ്ങനെ വരികയാണ്. അയാൾ ഇങ്ങനെ ഇടറുന്ന കാൽവെപ്പുകളോടെ മുഖത്ത് എന്താ പറയാ, വിവിധ നമ്മളെ എന്ത് ഭാവമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ള ഭാവാഭിനയവുമായി ഒരു വൃദ്ധൻ ഇങ്ങനെ കയറി വരുന്നു. ഗോവിന്ദൻ മാഷ് മമ്മൂട്ടി മോഹൻലാലൊക്കെ തോറ്റുപോകും, അമ്മാതിരി അഭിനയമാണ് ഗോവിന്ദൻ മാഷ് ഇങ്ങനെ കണ്ടിങ്ങനെ എന്താ പറയാ, അത്ഭുത പരതന്ത്ര കുന്ത്രനായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു വൃദ്ധ കഥാപാത്രം ഇങ്ങനെ വരുന്നത്. അയാളുടെ പേര് മൊയ്തി എന്നും മൊയ്തീൻ എന്നൊക്കെയാണ്. ഇയാൾ വന്നിട്ട് പോക്കറ്റിൽ നിന്നൊരു കവർ എടുക്കുന്നു. ആ കവർ തുറക്കുന്നു. 500ന്റെ 4 നോട്ടുകൾ വിറയ്ക്കുന്ന കൈവിരലുകൾക്കുള്ളിൽ ആ നോട്ടുകൾ ഇങ്ങനെ തെരുത്തു പിടിച്ചിട്ട് ഗോവിന്ദൻ മാഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, പാർട്ടി സെക്രട്ടറി, എന്റെ പെൻഷനാണ്, എനിക്ക് കിട്ടിയ പെൻഷൻ നിങ്ങൾ തന്നതാണ്, CPM തന്നതാണ്. ഒരുപക്ഷെ ഇനി UDF-കാര് കോൺഗ്രസ്സുകാർ വന്നാക്കിയത് കിട്ടൂല, എനിക്കിത് കിട്ടൂല. എമ്മാതിരി അഭിനയാണെന്ന് അറിയോ? കോൺഗ്രസ്സുകാർ വന്നാൽ എനിക്കിത് കിട്ടൂല, നിങ്ങൾ എന്നെ വരണം. അപ്പൊ ഗോവിന്ദൻ മാഷിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു. ഗോവിന്ദൻ മാഷ് അയാൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്റെ പ്രിയ പിതാവേ, എനിക്ക് കോൾമയർ